സാറേ, ഇപ്പം കേരള രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അത് UDF ആയാലും LDF ആയാലും പ്രധാനമായിട്ടും ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് UDFിനകത്ത് UDFിൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പോലെ ഇവിടുത്തെ അത് അവരുടെ ന്യൂനപക്ഷം ആണ് അവരുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ന്യൂനപക്ഷം അവരുടെ വോട്ട് ബാങ്കായിട്ട് നിന്നിട്ടുള്ള ന്യൂനപക്ഷത്തിൻ്റെ ഒരു വിഭാഗം BJPയിലേക്ക് പോകുന്നോ എന്നുള്ള തോന്നൽ കൊണ്ടും മുനമ്പം വിഷയത്തിനകത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടുമൊക്കെ അത് കൃത്യമായിട്ട് ആ വിഷയം അല്ലെങ്കിൽ ഈ BJP അതിനുവേണ്ടി ശ്രമിക്കുകയും അത് അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുള്ള തോന്നലുകൊണ്ടാണോ ഈ രാജ്യത്തുടനീളം BJPക്കെതിരെ വീണ്ടും അല്ലെങ്കിൽ ക്രിസ്മസ് കലക്കുന്നു, പുൽക്കൂട് കത്തിക്കുന്നു, അല്ലെങ്കിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നു, ന്യൂനപക്ഷങ്ങളോട് ഇത് അവരെന്തും ചെയ്തിരിക്കും, ഇപ്പോഴുള്ളത് അഭിനയമാണെന്നുള്ള രീതിയിലൊരു പ്രചരണം വരുന്നു. അപ്പോൾ സാറിൻ്റെ ഒരു വീക്ഷണം അല്ലെങ്കിൽ സാറിന് മനസ്സിലാവുന്നതെന്ന് പറയുന്നതിന് വേണ്ടി ഞാൻ ചോദിച്ചത്. ഇതിന്റെ കൂടുതൽ വിശദീകരിക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യം ഇതിനു മുന്നേ ഒന്ന് പറഞ്ഞോട്ടെ. ഒന്ന്, ഈ പൂനെയിൽ വെച്ച് RSSന്റെ മേധാവി മോഹൻ ഭാഗവത് RSS അനുയായികളോട് നടത്തിയ ഒരു പ്രസംഗമുണ്ട്. അതായത് ഇന്ത്യയിൽ ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ എന്നൊന്നില്ല, പള്ളികളെ അടിയിൽ ശിവലിംഗമുണ്ടോ ഇതൊന്നും നോക്കാൻ പോകേണ്ട കാര്യമില്ല, അതൊക്കെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ 43 വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു ഇസ്ലാമിക രാഷ്ട്രമായ കുവൈറ്റിലേക്ക് പോയിരിക്കുന്നു. അവിടുത്തെ പരമോന്നത ബഹുമതി വരെ നരേന്ദ്രമോദി നേടിയിരിക്കുകയാണ്. ഇനി നമ്മൾ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഇത് രണ്ടും ഒരു മതേതര സ്വഭാവത്തിലേക്കല്ലേ വന്നിരിക്കുന്നത്? ഇവിടെ ഈ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ളവർ കേന്ദ്രത്തിലേക്ക് നോക്കി ഫാസിസം, ഭരണകൂട ഭീകരത, അല്ലെ, ഹിന്ദുത്വ വാദം ഇതൊക്കെ ഇങ്ങനെ മുഴക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ നരേന്ദ്രമോദി കുവൈറ്റിൽ പോയപ്പോൾ ഇവിടെ ആരെങ്കിലും അതിനെക്കുറിച്ച് വാതുറക്കുകയുണ്ടായോ? ഒന്നും ഉണ്ടായില്ല. 81-ൽ ഇന്ദിരാഗാന്ധി പോയതിനു ശേഷം ഇപ്പൊ പോവുകയാണ്. കുവൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു കേരളമാണല്ലേ. ഇഷ്ടം പോലെ മലയാളികൾ, ഇന്ത്യക്കാർ തന്നെ 10 ലക്ഷം എന്നാണ് അതിന്റെ ഒരു കണക്ക് വന്നിരിക്കുന്നത്. അതിൽ നല്ല പങ്ക് മലയാളികളാണ് ഭൂരിപക്ഷം. തീർച്ചയായിട്ടും ഇവിടെ ഉള്ളവര് ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും ഇക്കാര്യത്തിലൊന്നും വാതുറന്നിട്ടില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കണം, ഈ ക്രൈസ്തവ വിഭാഗത്തെ കൂടുതൽ ചേർത്ത് നിർത്തുകയാണ്. 2024-ൽ BJP അധികാരത്തിൽ വീണ്ടും വരുമ്പോൾ ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രി സ്ഥാനത്തിലേക്ക് വരും എന്ന് നമ്മൾ കരുതിയോ? ഇല്ല. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചേർത്ത് നിർത്തിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹം ക്രൈസ്തവരിൽ മാത്രമല്ല അംഗീകാരമുള്ളത്, മറ്റു മതസ്ഥരിൽ പോലും അദ്ദേഹത്തിന് വലിയ അംഗീകാരമുണ്ട്. അതിലൂടെ കൂടുതൽ ക്രൈസ്തവരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനാണ്. ഇടയ്ക്ക് ക്രൈസ്തവരെ ബിഷപ്പ് പാംപ്ലാനി പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഞങ്ങൾക്ക് റബ്ബറിന് 300 രൂപ തരൂ, ഞങ്ങൾ ഒരു MBA തരാം. ആ ബിഷപ്പിന്റെ പിന്താങ്ങിക്കൊണ്ട് മറ്റു പല ബിഷപ്പുമാരും ഒക്കെ രംഗത്ത് വന്നു. അപ്പോഴത്തേക്ക് ഹാലിളകിയത് ആർക്കാണ്? ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്കും CPMകാരുമാണ്. വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയത്. കാരണം പോയി കംപ്ലീറ്റ് ആയിട്ട്. എന്തുകൊണ്ടാണ് പോയത്? ഈ ക്രൈസ്തവർ മുഴുവൻ, എപ്പോഴും ക്രൈസ്തവരുടെ വോട്ട് കൂടുതലും കിട്ടിക്കൊണ്ടിരുന്നത് കോൺഗ്രസിനാണ്. ഈഴവ വിഭാഗത്തിൽ നിന്നുള്ള വോട്ട് മുഴുവൻ കിട്ടിക്കൊണ്ടിരുന്നത് CPMനുമാണ്. ഇത് രണ്ടിലും ഇവർക്ക് ചോർച്ച സംഭവിച്ചു. എന്തുകൊണ്ടാണ് ഇത് പോയതെന്ന് ചോദിച്ചാൽ, ലീഗിനെ പ്രീണിപ്പിക്കുകയല്ല ചെയ്തത്, ലീഗിന്റെ ആധിപത്യം. ഇപ്പൊ സന്ദീപ് വാര്യർ തന്നെ കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ നേരെ പോയത് എങ്ങോട്ടേക്കാണ്? പാണക്കാട്ടേക്കാണ് പോയത്. പോയിക്കൊള്ളട്ടെ, ഒരു ഘടകകക്ഷിയാണ്, എന്നാൽ പാണക്കാടേക്ക് പോയി. എന്നാൽ അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഘടകകക്ഷികളുടെ ആസ്ഥാനത്തേക്ക് പോയോ? കൊല്ലത്ത് പോയ RSPയുടെ ബേബി ജോണിന്റെ ശവകുടീരത്തില് പുഷ്പാർച്ചന നടത്തിയോ? ഒന്നുമില്ലല്ലോ. പാണക്കാട്ടേക്ക് പോവുക, അദ്ദേഹത്തിന്റെ മുമ്പിൽ വണങ്ങുക ആയിക്കോട്ടെ, ആരെയും വണങ്ങിക്കോട്ടെ, അതൊന്നും നമുക്ക് എതിരൊന്നുമില്ല. പക്ഷെ ഈ ലീഗുകാര് ഈ കോൺഗ്രസിനകത്ത് കയറി ആധിപത്യം സ്ഥാപിക്കുന്നു, കോൺഗ്രസിനെ നിയന്ത്രിക്കുന്നു. ഇതൊക്കെ പലവട്ടം ഇവർ പറഞ്ഞിട്ടുള്ളതാണ്. പെരുന്നയില് നമ്മുടെ സുമാരൻ നായർ പറഞ്ഞിട്ടുള്ളതാണ്, വിമർശിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ലീഗിന്റെ ആധിപത്യം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ക്രൈസ്തവർക്ക് മാറ്റം സംഭവിച്ചു. അതുപോലെ CPMനും അടിപറ്റിയത് എന്തുകൊണ്ടാണ്? ഈ ഈഴവ വിഭാഗം വോട്ട് മുഴുവൻ എങ്ങോട്ടേക്ക് പോയി? അത് പാർട്ടി തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ആ പാർട്ടി കണ്ടെത്തിയ കാര്യം തന്നെയാണ്. അത് പ്രത്യേകിച്ച് ആലപ്പുഴയിൽ അത് പ്രകടമായി. ഈഴവ വോട്ടുകൾ പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ കൂടുതലായിട്ട് ക്രൈസ്തവരെ ചേർത്ത് നിർത്തുന്നു. ഡൽഹിയിലെ ജോർജ് കുര്യന്റെ വസതിയില് ക്രിസ്മസ് ആഘോഷം നടത്തി. പ്രധാനമന്ത്രി അവിടെ എത്തി.
ഞാൻ ചോദിക്കട്ടെ, വത്തിക്കാനിലെ ഈ ശിവഗിരി മഠത്തിൽ നിന്ന് ഒരു സന്യാസി സംഘമല്ലേ അവിടെ പോയത്? അവിടെ പോയി ശ്രീനാരായണ ഗുരു രചിച്ച ദൈവദശകം ഇറ്റാലിയൻ ഭാഷയിലാണ് അവിടെ ചൊല്ലിയത്. ഒന്ന് ആലോചിക്കും, നമുക്ക് എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. ശ്രീനാരായണ ഗുരു ആരാണ് എന്നുള്ളത് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മർത്തോമ സഭയിലെ ഒരു മാർ തിയോഡിയസ് എപ്പിസ്കോപ്പ, അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ് ഇദ്ദേഹത്തെ പറ്റി ഈ ശ്രീനാരായണ ഗുരുവിനെ പറ്റിയാണ്. ഇത് ഞാൻ വായിച്ചറിഞ്ഞാൽ ഞാൻ ഈ ബാബു പോളിന്റെ പ്രസംഗത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയതാണ്. ബാബു പോൾ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ബൈബിളിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം തന്നെയുണ്ട്, വേദശബ്ദ രത്നാകാരം എന്ന് പറഞ്ഞു. ഈ മാർപ്പാപ്പ കേരളത്തിൽ വന്നാല് നരേന്ദ്രമോദി ശിവഗിരിയിൽ വരാതിരിക്കുവോ? ഇല്ല അല്ല ഈ കോൺഗ്രസിന്റെയും CPM-ന്റെയും സാറി പറഞ്ഞുള്ള ഏറ്റവും വലിയ പേടി ഇപ്പൊ എന്താണെന്നറിയോ? മാർപ്പാപ്പയെ മോദി വലിച്ചുകൊണ്ട് വരുമോ? മാർപ്പാപ്പ വന്നപ്പോഴത്തെ ക്രിസ്ത്യാനി മൊത്തം മോദി അദ്ദേഹത്തെ കൊണ്ടുവന്ന ഭയങ്കര ചേഞ്ചാ. പ്രശാന്ത വലിച്ചുകൊണ്ടുവരുന്നല്ല, വന്നിരിക്കും. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ നരേന്ദ്രമോദി, ഇന്ത്യയുടെ ശക്തി വളരെ വലുതായി കഴിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ ഞെട്ടുകയല്ലേ ഇപ്പം. ട്രംപും നമ്മളുമായിട്ട് വലിയൊരു സഹകരണത്തിലല്ലേ മുമ്പോട്ട് പോകുന്നത്. മാർപ്പാപ്പ വന്നിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അത് 2025 അല്ലെങ്കിൽ 2026 മുമ്പോ വന്നിരിക്കും എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. അവിടെ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു എന്നാണ്. അത് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ക്രൈസ്തവര് മുഴുവൻ BJP-യോട് വലിയ അനുഭാവവും ആഭിമുഖ്യവും പുലർത്തും എന്നുള്ളത് ഉറപ്പാണ്. ഇതെന്തായാലും ഇവർക്ക് സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വരുമ്പോഴാണ് ഇവരെന്ത് ചെയ്യുന്നത്? ഈ ക്രൈസ്തവരെ BJP-യിൽ നിന്ന് അകറ്റുന്നതിനുള്ള കുതന്ത്രങ്ങളിലേക്ക് ഇവർ പോകുന്നത്. അതിനുവേണ്ടിയാണ് ചില ഇടങ്ങളിലൊക്കെ പാലക്കാടും ആലപ്പുഴയിലും ഒക്കെ തന്നെ ഈ അവിടെ ഉണ്ടാക്കുന്ന ക്രൈസ്തവ ആരാധനാലയങ്ങളിലും പള്ളിക്കൂടങ്ങളിലും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പുൽക്കൂടും ക്രിസ്മസ് ട്രീയും ഒക്കെ എന്ത് ചെയ്യുന്നത്? നശിപ്പിക്കുന്നത്. ഇതൊക്കെ ഇത് ചെയ്യുന്നവര് ഇതിനൊക്കെ സന്ദീപ് വാര്യര് നേതൃത്വം കൊടുക്കുന്നു എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവർക്കെതിരെ എന്താണ് കേസെടുക്കേണ്ടതല്ലേ? ഏറ്റവും വലിയ ക്രിമിനൽ ഇതല്ലേ ഈ വർഗീയത ഇളക്കി വിടുന്നു എന്നുള്ള ഒരു മതേതര സ്വഭാവമല്ലേ ഇത് വെച്ച് പുലർത്തുന്നത്? അപ്പോൾ ഇപ്പൊ തന്നെ ഈ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മോഹൻ ഭാഗവത് പറഞ്ഞ കാര്യം, അതായത് ന്യൂനപക്ഷമോ ഭൂരിപക്ഷമോ എന്നൊന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് വ്യക്തമാക്കുന്നത്? ഇന്ത്യയിൽ എല്ലാവരും ഒരുപോലെ തന്നെ എന്നാണ്. കേരളത്തിലെ മുസ്ലിം വിഭാഗത്തിലുള്ളവർ നരേന്ദ്രമോദിയെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടോ? മുസ്ലിം ലീഗ് സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? അവർക്കറിയാം അത് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലേക്ക് പോകണം. കഴിഞ്ഞ ദിവസം ആരോ പറയുന്നത് ഈ മോഹൻ ഭാഗവതിന്റെ വാക്കുകളൊന്നും ഒരുപക്ഷെ BJP കേൾക്കില്ല എന്നാണ്. കാരണം BJP-ക്ക് അവരുടേതായ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം ഉണ്ട് എന്നാണ്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. മോഹൻ ഭഗവത് പറയുന്ന വാചകം ആദ്യം എടുത്ത് കേൾക്കും. അത് കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല. മോഹൻ ഭഗവത് സാറി പറഞ്ഞതുപോലെ പറഞ്ഞതിനകത്ത് അർത്ഥമുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്നത് എല്ലാത്തിനും നിന്നു കൊടുക്കണമെന്നല്ല. ഇതല്ല ഇവിടുത്തെ ഇത് ദേശീയതയാണ്. അതിനകത്ത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും വരും. അതാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അത് അദ്ദേഹം എന്ന് പറയുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, അഗാധമായ പാണ്ഡിത്യമുള്ള ആളാണ്. വെറുതെ ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല. പക്ഷെ ഈ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കി. കാരണം ഈ ന്യൂനപക്ഷം ഭൂരിപക്ഷം എന്നൊക്കെ പറഞ്ഞാണ് വോട്ട് സമാഹരിച്ചുകൊണ്ടിരുന്നത്. അവർക്കിത് തിരിച്ചടിയാണ്. അല്ല, അതിന് മാറ്റം വരും സാറേ. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ഇവര് കളിക്കുന്ന പൊളിറ്റിക്സ് പോലും തെറ്റാൻ പോവുക. നമ്മൾ കേരളത്തിൽ ഇപ്പൊ ഈ പുൽക്കൂട് ചേർക്കുന്ന പൊളിറ്റിക്സ് ഒന്നും ഇനി ആൾക്കാർ കാണണ്ട. ആൾക്കാർ കാര്യങ്ങൾ മനസ്സിലാവുന്നു. ഇന്ത്യ പ്രബുദ്ധമായിക്കൊണ്ടിരിക്കുന്നു. സാറേ, തലച്ചോറിനും നമ്മുടെ സാഹചര്യത്തിനും വളർച്ച ഉണ്ടായാൽ നമ്മുടെ ചിന്തയ്ക്കും മാറ്റം വരും. അതായത് ഇനിയും ഇപ്പം ബംഗ്ലാദേശിലെ പൊളിറ്റിക്സ് ഇവിടെ കളിക്കാൻ പറ്റത്തില്ല. ഇന്ത്യ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മുടെ എക്കണോമിക്കൽ ഗ്രോത്തിന് വേണ്ടി മോദി ശ്രമിക്കുന്നത്. ഇവിടുത്തെ ആൾക്കാരെ സമ്പന്നമാക്കാൻ ശ്രമിക്കുന്നത്. സമ്പന്നമാക്കുമ്പോൾ എല്ലാ രീതിയിലും സമ്പന്നമാക്കും, അവന്റെ ചിന്തയും സമ്പന്നമാകും. അതുകൊണ്ട് അത് തന്നെ മോഹൻ ഭഗവത് പറഞ്ഞേ, പള്ളിയിൽ അല്ലെങ്കിൽ പള്ളിയുടെ കീഴിൽ ശിവലിംഗം തിരക്കണ്ട. ഇത് ഇന്ത്യ വേറെ ഇന്ത്യയായി. കാരണം ഇവിടെ ഈ പറയുന്നത് പോലെ ജാതിയും മതത്തിനും അപ്പുറം ചിന്തിച്ച് അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആൾക്കാരെ വാർത്തെടുക്കുന്ന ഇന്ത്യയായിട്ട് മാറി.
അല്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശ് നമ്മൾ തമ്മിലുള്ള വ്യത്യാസം എന്തോ? ബംഗ്ലാദേശിൽ മതരാഷ്ട്രമാണല്ലോ. അതെ. അവിടെ ഈ പറയുന്ന ബാക്കിയുള്ളവനെ കൊന്നു കളയുന്നതിനും ഇവിടെ പള്ളിക്ക് അമ്പലത്തിനും വേണ്ടി ഇനിയും കടിപിടി കൂട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഒരു അയോധ്യ എന്ന് പറഞ്ഞാൽ രാമന്റെ ഒരു വികാരമായിരുന്നു, ഹിന്ദുവിന്റെ വികാരമായിരുന്നു. അത് സംരക്ഷിച്ചു. ഒരുപക്ഷെ ഇനിയും 2 സ്ഥലം കൂടെ ഉണ്ട്, ഒന്ന് കൃഷ്ണന്റെയും ഒന്ന് മറ്റേതും. ബാക്കിയുള്ളതെല്ലാം പണ്ട് കാലാകാലങ്ങളായിട്ട് പലതും സംഭവിച്ചിട്ടുണ്ട് സാറേ. അത് അവരും മനസ്സിലാക്കണം. ആര്? ഹിന്ദു ഇത് ഉൾക്കൊള്ളുന്നത് പോലെ ബാക്കിയുള്ളവരും മനസ്സിലാക്കണം. ആവശ്യമില്ലാതെ നിർബന്ധം പിടിക്കരുത്. ആവശ്യമില്ലാതെ ആരെങ്കിലും നിർബന്ധം പിടിച്ചാൽ ഇപ്പുറത്തും നിർബന്ധം ഉണ്ടാവും. അത് എല്ലാവരും മനസ്സിലാക്കി. മോഹൻ ഭഗവത് പറഞ്ഞത് എന്താണെന്ന് ഹിന്ദു മനസ്സിലാക്കുന്നതിനെക്കാട്ടി കൂടുതൽ മുസ്ലിം മനസ്സിലാക്കുക, ക്രിസ്ത്യാനി മനസ്സിലാക്കുക. അപ്പോൾ എല്ലാം ശരിയാവും.